അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമി അപ്പ് കേക്കാണ്. നമ്മളിതിങ്ങനെ പൊന്തിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ള ആ ഒരു സോസ് ഒലിച്ചിറങ്ങും. നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ കാണാൻ. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഈ ഒരു കേക്കാണ് കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് റിറ്റ്സിൻ്റെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ്. ഇതിൽ നിന്ന് ഞാൻ 3/4 കപ്പോളം എടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി മധുരമുള്ള ക്രീമാണ്. നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിപ്പിംഗ് ക്രീമിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രീസറിലേക്കാണ് വെക്കാൻ പോണത്. നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് സ്പോഞ്ചിനുള്ള പരിപാടികൾ ചെയ്യാം. നല്ലൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്കൊരു 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാര വേണം. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്താണ്, കേക്കിന് ആ മുട്ടൻ്റെ ഒരു മണം പോയി കിട്ടാനായിട്ട്. ഞാനിപ്പോൾ മാംഗോ കേക്കാണ് ആക്കുന്നത്. അപ്പോൾ മാങ്ങൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ ആ ഒരു കളർ വരാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മിൽക്ക് ഷേക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എസൻസ് പോലത്തെ സംഭവമാണ്, കടകളിലൊക്കെ കിട്ടും. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കേക്ക് ടിന്നൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൻ്റെ താഴെ ഞാൻ കുറച്ച് ഓയിൽ ഒന്നാക്കിയിട്ട് മേലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ താഴ്ഭാഗത്ത് മാത്രമേ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ, സൈഡിൽ വെക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൈഡിലും കൂടെ വെച്ച് കൊടുക്കുക. കാരണം കേക്കിൻ്റെ സൈഡ് ഭാഗം ചിലപ്പോൾ കളറ് മാറിപ്പോവും നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്ന പാനും ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി. ഇനി നമ്മുടെ ഈ മുട്ടൻ്റെ ബാറ്ററിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മൈദ ഞാൻ 3/4 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്താൽ മതിയാവും. കുറച്ച് മൈദ ചേർത്തിട്ട് അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ ഈ മൈദൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടാണ്, ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ഇത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ കേക്കിൻ്റെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും മിക്സ് ചെയ്തെടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്ക് പൊങ്ങി വരാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ മൈദ ഇട്ടീന് ആ സമയത്ത് തന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ ബേക്കിംഗ് പൗഡർ മൈദൻ്റെ കൂടെ തന്നെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് റിലീസായി പോകാനാണ്.
ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൻ്റെ അകത്തേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 20-25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും അടിയിലൊരു തട്ട് വെക്കലുണ്ട്, അതിൻ്റെ മേലാണ് പാൻ വെക്കാറുള്ളത്. ഇപ്രാവശ്യം അതൊന്ന് മാറ്റി ചെയ്ത് നോക്കിയതാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം എന്തോ ഒരു സ്മെല്ലിന് വ്യത്യാസം വന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ അടിഭാഗം കരിയുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ തട്ട് വെച്ച് കൊടുത്തു. എന്നുവെച്ചാൽ അതിൻ്റെ മേലേക്ക് പാൻ വെച്ച്. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക, അല്ലാതെ നേരിട്ട് പാൻ വെച്ച് കഴിഞ്ഞാൽ കേക്കിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് എത്തുന്നതുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം എപ്പോഴും തട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായപ്പോൾ കേക്ക് നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പം നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്. ഇനി ഈ കേക്ക് ടിന്ന് പുറത്തെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിട്ടുണ്ട്. താഴ്ഭാഗം എന്താ കുറച്ച് കരിഞ്ഞാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരിട്ട് ഹീറ്റ് എത്തിയതുകൊണ്ടുള്ള പ്രശ്നമാവും. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ സൈഡ്സും കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പുൾമിയപ്പ് കേക്കാണല്ലോ ആക്കണത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് വേണം നമ്മുടെ കേക്ക് ഇരിക്കാനായിട്ട്. ആ പ്ലാസ്റ്റിക് കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഗ്ലാസ് പെയിൻ്റ് എല്ലാം ചെയ്യൂലേ, അങ്ങനത്തെ ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്. അത് 2 എടുത്താണ്. എന്നിട്ട് 2 ജോയിൻ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒറ്റൊരു പീസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് 2 കൂടെ നല്ലോണം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഈ ഷീറ്റ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനറി കടകളിലും കിട്ടും. അധികം വില ഒന്നുമില്ല, ഒരു ഷീറ്റിന് 4 രൂപ എന്തോ ഉള്ളൂ. പിന്നെ പുൾമിയപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ കേക്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ ഷീറ്റ് വെച്ച് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കേക്കിൻ്റെ പണി നോക്കുകയാണ്. നമ്മുടെ കേക്ക് ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ലെയർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ടും പിന്നെ കേക്ക് വെറ്റാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ മാംഗോ ക്രഷാണ് എടുത്തിട്ടുള്ളത്. വെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ ക്രഷ് എടുത്ത് അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ മാംഗോ ക്രഷ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒട്ടും വെള്ളം ചേർക്കാതെ അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആ പൾപ്പ് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കാം. ഈ ക്രീമിൻ്റെ മേലെയായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഇങ്ങനെ ക്രീം ആദ്യം ആക്കി കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം കുറച്ച് കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ലെയർ ലെയറായിട്ട് കാണണം. അപ്പോൾ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി ഈ ക്രീമിൻ്റെ മേലെയായിട്ട് കുറച്ച് മാംഗോ ക്രഷ് ആക്കി കൊടുക്കുക. മാംഗോ ക്രഷും സൈഡിൽ കുറച്ച് കട്ടിക്കാക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലെയറുകൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. കേക്ക് വെറ്റാക്കി കൊടുക്കേണ്ട ഓർമ്മയില്ലാതെ ഞാൻ ആദ്യം കുറച്ച് ക്രീമാക്കി കൊടുത്ത് പിന്നെ ഓർമ്മ വന്നപ്പോൾ വേഗം തന്നെ ക്രീം എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കേക്ക് നല്ലോണം വെറ്റാക്കി കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല കട്ടിക്ക് ഒരു ലെയർ ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം മാംഗോ ക്രഷും അതിൻ്റെ മേലായിട്ട് വെക്കുക. ഇനി നമ്മുടെ അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കുക.
ഇനി കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ചുറ്റിലും ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല ടൈറ്റാക്കിയിട്ട് വെച്ചിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് അത് സെക്യൂർ ആക്കുക. ഇതേപോലെ വേണം ഒട്ടിച്ചെടുക്കാൻ. ആദ്യം മേലെ ഒരു കുഞ്ഞ് പീസ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമുക്കങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ആകെ കൊളാവും. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ മേലെ ഒഴിക്കാനായിട്ട് ഒരു സോസ് പോലത്തെ സംഭവം റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പീലറോ ഗ്രേറ്ററോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇങ്ങനെ കുഞ്ഞായിട്ട് കിട്ടിയാൽ മതി. ഇനി നമ്മുടെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ മാംഗോ ക്രഷും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പക്ഷേ ഞാൻ ഈ ടിന്ന് ഇതിലേക്ക് കാണിച്ചു തുറന്നപ്പോൾ ഒരുപാട് ചാടിപ്പോയി. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ലേനു. ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഇതിലേക്ക് വീണിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ കണ്ടൻസ്ഡ് മിൽക്ക് ആയപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്തുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലോണം മിക്സായി വരണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ സോസ് ഇതിൻ്റെ മേലെയായിട്ട്, കേക്കിൻ്റെ മേലെയായിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയും പിന്നെ മാങ്ങൻ്റെ പീസസുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക, അതുപോലെ വേറെ വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തും ചേർക്കുക. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പുൾമിയപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുള്ള് ചെയ്ത് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കേക്ക് നല്ല രസമുണ്ട്. ഇങ്ങനെ വലിഞ്ഞു വരുമ്പോൾ ഈ സോസ് ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആവണത് കാണാൻ. അപ്പം ഇനി ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ശരിക്കും ഇത്രയും സോസിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ കേക്ക് ബോർഡ് കംപ്ലീറ്റ് കവറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോസ് മതി. ഞാൻ നേരത്തെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച സമയത്ത് കൂടിപ്പോയതാണ്. നമ്മുടെ കേക്ക് നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഈ സോസിൻ്റെ കൂടെ ഇങ്ങനെ സോസ് എടുത്തെടുത്ത് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നിങ്ങളെല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.